കർദിനാൾ പദവിയിലെത്തിയ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം നന്ദി പ്രകാശന ദിവ്യബലി അർപ്പിച്ചു. പുതുതായി ചുമതലയേറ്റ 21 കർദിനാൾമാരും ദിവ്യബലിയിൽ പങ്കെടുത്തു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന കുർബാനയിൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് കർദിനാൾമാരും മാർ ജോർജ് കൂവക്കാടിന്റെ മാതാപിതാക്കളും പങ്കെടുത്തു. സംസ്ഥാനത്തെ റോഡുകളിൽ പൊലിയുന്ന ജീവന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് വരെ മാത്രം നിരത്തിൽ പൊലിഞ്ഞത് 2501 ജീവനുകൾ. AI ക്യാമറ വന്നിട്ടും അപകടങ്ങൾക്കും മരണങ്ങൾക്കും കുറവില്ല. നടൻ കാളിദാസ് ജയറാമിന് പ്രണയസാഫല്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മോഡലായ തരണി കലിംഗരായരെ താലിചാർത്തി. ചടങ്ങിൽ പങ്കെടുത്ത് പ്രമുഖർ. അവയവദാനത്തിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് സാധ്യത മുതലെടുത്താണ് തട്ടിപ്പ്. 2 ലക്ഷം രൂപയ്ക്ക് കിഡ്നി ദാനം ചെയ്യാമെന്ന് പരസ്യം. ഡൽഹി എയിംസിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താമെന്ന് വാഗ്ദാനം. പകുതി പണം മുൻകൂറായി നൽകണമെന്നും തട്ടിപ്പ് സംഘം. 24 എക്സ്ക്ലൂസീവ്. 24 അന്വേഷണം. വായ്പാക്കിണിയിൽ വീട്ടമ്മമാർ. പാലക്കാട് ചിറ്റൂരിൽ വീട്ടമ്മമാരെ ഉന്നമിട്ട് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ വ്യാപകം. വായ്പ നൽകുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വൻ പലിശയിൽ. തിരിച്ചടവ് മുടങ്ങിയാൽ വീട്ടിലെത്തി ഭീഷണി. ദൃശ്യങ്ങൾ 24-ന്. KSEBയ്ക്ക് പിന്നാലെ സാധാരണക്കാർക്ക് സപ്ലൈകോയുടെയും ഇരുട്ടടി. സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ചു. ഉഴുന്നും ചെറുപയറും ഇനി 1/2 കിലോ മാത്രം. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ വീണ്ടും നീക്കം. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിന്റെ കരട് വീണ്ടും പൊളിച്ചെഴുതാൻ എക്സൈസ് വകുപ്പ്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിലും ആലോചന. 24 എക്സ്ക്ലൂസീവ്.